അപ്പോൾ ഉരൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മരമാണ്. ഇത് മില്ല് കൊണ്ടുപോയിട്ട് ഒന്ന് സൈഡ് ചെത്തിക്കുന്നുണ്ട്, എന്നാലും നമുക്ക് എളുപ്പത്തിൽ കഴിയുള്ളൂ. അപ്പോൾ ഇതിലൊരു കഷ്ണം ഞാൻ കോമാവിൻ്റെയാണ് സെലക്ട് ചെയ്ത് വെച്ചത്. ഇതിപ്പോൾ മില്ല് കൊണ്ടുപോയത് കൊണ്ട് ഇങ്ങനെ സൈഡ് വലിച്ചിട്ട് അതിനോടൊന്നും നമുക്ക് പണി ഒന്നുകൂടി എളുപ്പമായി കിട്ടി. ഇത് ശരിക്കും വെള്ളത്തിലിടണോ, പക്ഷേ ഇത് നമ്മൾ കഴിഞ്ഞിട്ടാണ് വെള്ളത്തിലിടുന്നത്. വെള്ളത്തിലിട്ടാൽ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ പിന്നെ ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഏകദേശം നമ്മൾ അളവിനനുസരിച്ച് വ്യക്തമായൊരു മരത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഈ അതിൻ്റെ വണ്ണം കണക്കാക്കുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഞാൻ ചോദിച്ചില്ല, അദ്ദേഹം പറഞ്ഞു തന്നില്ല. ഏകദേശം നമ്മളൊരു മരത്തിൻ്റെ അളവ് വണ്ണത്തിനനുസരിച്ച്. നമ്മളിപ്പോൾ ഒരു ഭാഗം ചെത്തി കഴിഞ്ഞാൽ മറ്റേ ഭാഗവും ഇതേപോലെ തന്നെ അളവെടുത്തിട്ട് ചെത്തുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗം കഴിഞ്ഞു, അതാണ് മറിച്ചിട്ട് രണ്ടാമതും ഭാഗവും നമ്മൾ മറിച്ചിട്ട് ചെത്തിയത്. ഫുള്ള് പഴയ രീതിയിൽ നടക്കൂല. ഇപ്പോൾ ഇത്തരം മെഷീനൊക്കെ വന്നത് കൊണ്ട് തന്നെ പണി വളരെ എളുപ്പമാണ് ശരിക്കും. ഇല്ലെങ്കിൽ നമ്മളെ പണ്ടത്തെ രീതിയിൽ ഇങ്ങനെ ഇരുന്ന് ചിപ്പിറ്റടിച്ച് വരുമ്പോഴേക്ക് കുറച്ച് സമയം എടുക്കൂലേ, പണിയെടുക്കും. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ട് വശം ചെത്തിയെങ്കിലും തൂക്കം ക്ലിയർ ആണോ എന്ന് നോക്കുകയാണ്. അതിന് നമുക്ക് ശരിക്കും ലെവലിലൊരു പ്രതലത്തിൽ വെച്ചിട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു വീടിൻ്റെ ഇറയിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. അത് തൂക്കമായി കഴിഞ്ഞാൽ ഇനി കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത് എന്താ വെച്ചാൽ അതിൻ്റെ ഹൈറ്റ് ഇപ്പം അധികമാണ്. അപ്പോൾ അതിന് തൂക്കം നോക്കി അത് മട്ട അടി വരച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് എടുത്ത് വെച്ചത്. അത് എടുത്ത് വെച്ച് വരച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യും. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ഒരു വരയ്ക്കുന്നത് നാം മനസ്സിലാക്കുന്നത്. ഇത് അതേപോലെ അതിൻ്റെ അളവ് 66 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് ബാക്കി വന്നത് നമ്മൾ കട്ട് ചെയ്യണേ. ഇപ്പോൾ ഈ ഉരലുണ്ടാക്കുന്നത് ഞാനും ആദ്യമായിട്ട് കാണുകയാണ്. എന്താ വെച്ചാൽ ഞാനിതുവരെ എൻ്റെ ജീവിതത്തിൽ 40-45 വയസ്സായി ഇതുവരെ ഒരു ഉരലുണ്ടാക്കുന്നത് കണ്ടില്ല. അപ്പോൾ എനിക്കും കൂടി അതിൻ്റെ ഒരു കാണാൻ സാധിച്ചു. ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ പരിപാടി. പണ്ടൊക്കെ ആണെങ്കിൽ കാണാനുള്ള അവസരമുണ്ട്, ഇപ്പോൾ അതിനൊരു അവസരമില്ലല്ലോ. കുറച്ച് 1-2 ദിവസം വർക്കാണിത്. ഇപ്പം കുറേ മെഷീനറി വന്നതുകൊണ്ട് കുറേ പണി എളുപ്പമാണെങ്കിലും ഇത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ അലങ്കാരപ്പണി. ഒരു സൈഡിലൊക്കെ നമ്മളൊരു ചെത്തിയെടുത്ത് ഒരു അലങ്കാരം ഉണ്ടാക്കലുണ്ട് ഉരലിൻ്റെ ഉള്ളിൽ. ഓരോരോ സ്ഥലത്തേക്ക് ചിലപ്പോൾ ഓരോരോ രീതിയിലായിരിക്കാം. അപ്പോൾ ഇവിടേക്ക് അങ്ങനെ കൂടുതൽ ഇതേപോലെ അങ്ങനെ ഒരു ചെറിയതായിട്ടാണ് കാണുന്നത്. അധിക സ്ഥലത്തും കാണലുണ്ട്. അതാണ് ചെത്തിയെടുക്കുന്നൊരു സൈഡ് ഒരു അലങ്കാര പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇത് നമ്മൾ ഉരലിന് കുഴി ഉണ്ടാക്കാനുള്ളൊരു അളവെടുപ്പാണ്. പിന്നെ അതേപോലെ അതിൻ്റെ സൈഡിൽ നമ്മളൊരു ധാന്യങ്ങളൊക്കെ കുത്തുന്ന സമയത്ത് തെറിച്ച് പോകാണ്ടൊക്കെ നമ്മൾ ചെറിയൊരു കട്ടിങ്ങും ഉണ്ടാവും. അപ്പോൾ കട്ടിങ്ങാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് പ്രത്യേകിച്ച് അമ്പലത്തിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ഉരലായതുകൊണ്ട് അധികം മഴ ഉണ്ടാവില്ല. മറ്റുള്ള ഓരോരോ പാകത്തിനനുസരിച്ചിട്ടാണ് പണ്ട് ഉരലുകളൊക്കെ ആഴം കൂട്ടൽ. ഇത് എത്രയെങ്കിലും ആഴത്തിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇല്ല ഇതായതുകൊണ്ട്. എന്നാലും ഇത് ഒരു കാണാൻ എനിക്കും അതേപോലെ ഇത് കാണുന്ന കാഴ്ചക്കാർക്കൊക്കെ കാണാൻ ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചു തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ ആളുകൾക്ക് അറിയാമല്ലോ, അങ്ങനെ ആരും ഉണ്ടാക്കാനൊന്നൊരു വിഷയമില്ല. എന്നാലും ഇത് അതിൻ്റെ ഞാനും കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായി ഇത്രയും സമയം അവരെ കൂടുതൽ കുറേ സമയം ഞാനും അവരെ കൂടുതൽ ഇങ്ങനെ നിന്നിട്ടാണ് ഇതിങ്ങനെ വീഡിയോ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അത് എന്താ വെച്ചാൽ അത്രയും വലിയ പ്രാധാന്യമുണ്ട്. എന്താ വെച്ചാൽ ഇനി വരും കാലഘട്ടത്തിലേക്ക് തീരെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു 2 ദിവസത്തോളം ഇതിൻ്റെ പിറകെ നടന്ന് അവരെ ഒപ്പരം തന്നെ നിന്നിട്ടാണ് ഈ വീഡിയോ കിട്ടിയത്. ഇതിപ്പം കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് എന്താ വെച്ചാൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് ആക്കിയെടുത്തതാണ്. വീഡിയോ എടുത്ത് കുറേ സമയം എടുത്തിട്ടുണ്ട്. എന്നിട്ട് തന്നെ ശേഷം അധികമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ അത്രയും കുറച്ച് ലോങ് ഇനി കുറയ്ക്കാൻ എവിടെയില്ല. അതുകൊണ്ടാണ്. എന്നാലും നമ്മളെ ഇത്തരം പഴയ വീഡിയോകളൊക്കെ ഞാൻ പരമാവധി വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെല്ലാ ആളുകളെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഈ ഉരലുണ്ടാക്കി തന്നത് നമ്മളെ ജയരാജേട്ടനാണ്. അപ്പം പുതുതലമുറയ്ക്കൊന്നും ഇത് പരിചയമേ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ ആദ്യമായിട്ട് കാണാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കാണാത്ത ആളുകളൊക്കെ കാണാനുള്ളൊരു അവസരമാണിത്. അപ്പോൾ കഴിയുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകൾ കാണട്ടെ.